അക്ഷരസ്വരൂപിണി അമൃതഭാഷിണി അച്യുത ശങ്കരാദിദേവ പൂജിതേ ബ്രഹ്മച്യുത ശങ്കരാദിദേവ പൂജിതേ അംബികേ കണിയുണി അക്ഷരസ്വരൂപിണി അമൃതഭാഷിണി. ചരിത്രം രേഖപ്പെടുത്തുന്ന രീതിയിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലിയുടെ ഒരു വർഷം 25-26 വർഷത്തേക്ക് ഞങ്ങൾ ഒരുങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു സംഘാടക സമിതി ഇന്ന് വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികളായി വന്നിരിക്കുന്ന ജനപ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ അധ്യാപകർ, പൂർവ്വ രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ചിഹ്നത്തിന്റെ പ്രത്യേകതകൾ ഞാൻ സൂചിപ്പിച്ചുവെങ്കിലും നമുക്ക് ഇനിയിരിക്കുന്നത് ഒരു വർഷം എങ്ങനെയാണ് വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു നല്ല കമ്മിറ്റി എടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും മലബാർ ഇംഗ്ലീഷ് സ്കൂളിനെ സംബന്ധിച്ച് ഒരു ചെറിയ ആമുഖം നമുക്ക് സൂചിപ്പിക്കുവാൻ മറ്റ് റെക്കോർഡുകളൊന്നും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇവിടെയുണ്ട്. ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയ ദിവസം മുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, കൂടെ ഇതിന്റെ എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇന്ന് ചക്കരക്കല്ലിലും ഇന്ന് ഈ വേദിയിലും ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പുസ്തകമാഷൊക്കെ ഇതിന്റെ തുടക്കം കുറിക്കുന്ന ദിവസവും നമ്മളുടെ കൂടെ വേദിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള ചേച്ചിക്ക് വളരെ അത്യാവശ്യമുണ്ട്, അതുപോലെ ബിജു സാർ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും 25 വർഷങ്ങൾക്ക് മുമ്പേ 1998-99 സമയത്ത് എന്നെ സംബന്ധിച്ച് ചക്കരക്കല്ലിൽ ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത് യാദൃച്ഛികമായി സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് മലബാർ ഇംഗ്ലീഷ് സ്കൂൾ. ഇവിടെ കണ്ണൂരിൽ തന്നതായ PWD PhD ഒക്കെ ഉള്ളതായ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മലബാർ ഇംഗ്ലീഷ് സ്കൂളിൽ 3 വയസ്സ് പ്രായത്തിൽ വന്നു ചേർന്ന് 3 വയസ്സിൽ LKG-യിൽ വന്ന് ചേർന്ന് പഠിച്ചു പോയി ഇവിടുന്ന് 10th കഴിഞ്ഞ് പോയവരാണ്. അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം മലബാർ ഇംഗ്ലീഷ് സ്കൂളിന്റെ ഒരു ടച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ കാണാൻ പഠിക്കുന്ന സാധിക്കുമാറാവുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിന്റെ അഭിമാനകരമായിരിക്കുന്ന 25 വർഷത്തിന്റെ ചൈത്രയാത്ര തുടരുന്നു എന്ന് പറയാൻ ഏറെ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു റഫ് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും വളർച്ചകൾ, മാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തുള്ള ഏറ്റവും നല്ല മുന്നോട്ടുകാരായിരിക്കുന്ന കുട്ടികളെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ, നാളെ സമൂഹത്തിന്റെ പ്രതീക്ഷകളായിരിക്കുന്ന തലമുറയെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുവെങ്കിലും ഞങ്ങൾ ഏറെ സംതൃപ്തരായിട്ടാണ് ഇന്ന് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം അത്രയേറെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിലായാലും എത്രയോ കുട്ടികൾ ഇന്ന് ഈ ക്യാമ്പസിൽ വന്ന് പരീക്ഷ എഴുതി അവരും അവരുടേതായ ജീവിത മാർഗം തേടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീറ്റ് പരീക്ഷയുടെ സ്കോറിലായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സഹോദരിയുടെ പരീക്ഷാ കേന്ദ്രങ്ങളായാലും ഉൾപ്പെടെ മത്സര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയായിട്ടും മലബാർ ഇംഗ്ലീഷ് സ്കൂൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള നല്ലവരായ ആളുകൾ, ജനപ്രതിനിധികൾ, അയൽക്കാർ എല്ലാം നൽകിയിരിക്കുന്ന പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാലയം ഇന്ന് യാതൊരു തടസ്സവുമില്ലാതെ 25 വർഷം പൂർത്തിയായി നിൽക്കുന്നത്. ഒരു കുട്ടി ബസ് യാത്ര ചെയ്യുമ്പോൾ കുട്ടിക്കൊരു ചെറിയ പീഡനം ഉണ്ടായപ്പോൾ കുട്ടി അത് ബസ്സിന് പ്രതികരിച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഇപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നു. പക്ഷേ സ്ത്രീ ആ ഒരു കുട്ടിയെ നീ എന്തിനാ ഇവിടെ അവരോട് എതിർക്കാൻ പോയത് എന്നുവെച്ചാൽ പീഡനം ഉണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കി അയാൾക്കെതിരെ ഭാഗമായിട്ട് ബസ്സിലുള്ള ആൾക്കാരൊക്കെ കുട്ടിയെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിട്ട് നിർബന്ധമായും കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് അവരെ വിവരങ്ങൾ എത്താൻ വേണ്ടി സാധിക്കണം. അതുപോലെ ഇവിടെ അധ്യാപകർ ഇവിടുത്തെ നല്ല പ്രവർത്തനമാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെ കുട്ടികളെ ഒരുപാട് ഇടങ്ങൾ എത്തിക്കാൻ വേണ്ടി അധ്യാപകർ ഒരു മേളയാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇനിയും ഒരുപാട് ഇടങ്ങൾ സ്കൂളിൽ എത്താൻ വേണ്ടി സാധിക്കട്ടെ. മാഷ്ക്ക് ഒരുപാട് ഇടങ്ങൾ എത്താൻ വേണ്ടി സാധിക്കട്ടെ. നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പാൾ ഇന്ന് വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ സ്കൂളിന്റെ പ്രോഗ്രസ് ദൂരെ നിന്നും അടുത്തും
വളരെ നന്നായി കണ്ടറിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 3ാമത്തെ വർഷമാണ്. പക്ഷെ എൻ്റെ മോൻ ഇവിടെ പഠിച്ചിരുന്നു. അവന് ഞാൻ അഡ്മിഷൻ എടുക്കുമ്പോൾ അതൊരു ചെറിയ സ്കൂളായിരുന്നു, ഒരു ചെറിയ വീടായിരുന്നു. അന്ന് ലതികാൻസ് ആയിരുന്നു അവിടെ പ്രിൻസിപ്പൽ. അവിടെ ഒരു വീട്ടിലായിരുന്നു ഇത് തുടങ്ങിയിരുന്നത്. അവിടെയാണ് എൻ്റെ മോനെ ഞാനൊന്ന് അഡ്മിഷൻ എടുത്തത്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഈ പരിസരത്ത് ഒരു CBSE സ്കൂൾ നല്ലത് ഉണ്ടായിരുന്നില്ല. അന്ന് ഇന്ദിരാഗാന്ധി പോലെയുള്ള സ്കൂൾസ് ഒക്കെ പിന്നെ വന്നതാണ്. അപ്പൊ ആ സമയത്ത് ഇവിടെ ഒന്നും സ്കൂൾസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് മോനെ CBSE പഠിപ്പിക്കണം എന്ന് വിചാരിച്ച അഡ്മിഷൻ എടുത്തത് ഇവിടെയാണ്. ചെറുതായി തുടങ്ങിയ ആ ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ നടന്നവര് ഒരുപാട് പ്രിൻസിപ്പൽസ് ഉണ്ട്. അങ്കുരാജ മാഷ് ഉണ്ടായിരുന്നു, ലളിത മിസ് ഉണ്ടായിരുന്നു, വേണു മാഷ്, മഞ്ജുള മാം. ഇവരൊക്കെ നടന്ന് പോയ വഴിയിലേക്കൂടെ നടന്നു പോവാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പിന്നെ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത പറയാതെ സാറിന്റെ കൂടെ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ തുടക്കം പറ്റും ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി. അതോടുകൂടി തന്നെ ഈ പ്രദേശം വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കേന്ദ്രമായി മാറി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ പ്രൊഫഷണലുകളെയും അതേപോലെ തന്നെ മറ്റു മേഖലകളിലുള്ള പ്രഗത്ഭരായ ആളുകളെയും സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഈ വിദ്യാലയത്തിനെ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മത്സരത്തിന് കാരണം ആ പൈസ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാനും വീട്ടിൽ തന്നെ വിദ്യാഭ്യാസം കഴിക്കാനും ഒരു അവസരം തന്നെ ഇതേപോലെയുള്ള മാഷന്മാർ എന്നും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാല് നമ്മുടെ തലവേലി സ്കൂളിൽ ഇപ്പൊ മാഷ് പറഞ്ഞ കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മളെല്ലാം വല്ലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ടീച്ചർമാര് ആക്റ്റീവായിട്ട് വെള്ളം പഠിക്ക് ആ സ്റ്റേജിൽ വെള്ളം വ്യക്തിക്ക് വെള്ളം വേണം എത്തിക്കുന്നത്. അപ്പൊ പിന്നെ എന്ന് മാത്രമല്ല എല്ലാ സർവ ഏരിയയിലും ഇവിടെ ഉപ്പിന് വെള്ളത്തിൽ ഉപ്പ് കഴിക്കാൻ പോലെ ഉപ്പ് കാണാൻ കഴിയില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എല്ലാ തരത്തിലും ഈ പേരൻസും മാഷന്മാരും എല്ലാം രംഗത്തുണ്ട്. അപ്പൊ അതിന് ഒരു ചായ കൊണ്ട് ചലിക്കുന്ന ഒരു ശക്തി പറയുന്നത് അത് ഈ മാഷാണെന്ന് നമുക്ക് അന്നേരെ മനസ്സിലായി. അപ്പൊ ഇങ്ങനെ തൊട്ടൊരു സാധനം ഒരിക്കലും പാടായി പോകില്ല എന്നും അന്നേരം മനസ്സിലായില്ല. രൂപീകരണത്തിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യമായി ഞാൻ PTA പ്രസിഡന്റ് എന്ന നിലയിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ 25ാം വാർഷികത്തിലെ പരിപാടിയുടെ വിശദമായ ഒരു പ്രോഗ്രാം ചാർട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കും. അതിൻ്റെ എല്ലാ പരിപാടികളിലും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന PTA എല്ലാവരും ഈ എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് ഈ സ്കൂളിൻ്റെ 25ാം വാർഷിക പരിപാടി, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടി ഏറ്റവും ഭംഗിയായി ഞങ്ങളുടെ ഈ നാടിനെ കുട്ടികൾക്ക് വെളിച്ചം പകരാൻ വേണ്ടി ഇത്രയും നല്ലൊരു സ്ഥാപനം പടുത്തുയർത്തിയ ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മാനേജർ വത്സൻ മാഡത്തിന് വേണ്ടി ഒരു സ്നേഹോപകാരമായി അത് നൽകി ഈ 25ാം വാർഷികം ഈ സ്കൂളിന്റെയും ഈ നാടിന്റെയും ഒരു ഉത്സവമാക്കി മാറ്റാൻ എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്തണമെന്ന് എല്ലാവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരും ഒന്നുകൂടി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. സിൽവർ ജൂബിലി വാർഷികാഘോഷ സംഘാടക സമിതി ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. രക്ഷാധികാരികൾ ശ്രീ K ദാമോദരൻ, ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി അനുഷ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ലോഹിതാക്ഷൻ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ഷീബ AV, പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ KV ബിജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ശ്രീ VK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ശ്രീ വത്സൻ മഠത്തിൽ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി, മലബാർ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ശ്രീ ലോഹിതാക്ഷൻ, മെമ്പർ, ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത്, ശ്രീ സുരേഷ്, മെമ്പർ, ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ശ്രീ സുമോദ് സൺ, ശ്രീ ജയരാജൻ മാസ്റ്റർ,
ശ്രീ സി രഘുനാഥ്, ശ്രീ നാസർ, ശ്രീ മുസ്തഫ മാസ്റ്റർ. ജനറൽ കൺവീനർ ശ്രീമതി പ്രിയ പ്രമോദ്, പ്രിൻസിപ്പൽ മലബാർ ഇംഗ്ലീഷ് സ്കൂൾ. അംഗ എക്സിക്യൂട്ടീവ് മെമ്പർ ലിസ്റ്റ് ആണ്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ശ്രീ സജേഷ്, PTA പ്രസിഡന്റ്, ശ്രീമതി ഗായത്രി, മധു, PTA പ്രസിഡന്റ്, ശ്രീമതി ശ്രീജ മഠത്തിൽ, സെക്രട്ടറി, മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, ശ്രീമതി ഷോജ വത്സലൻ, ശ്രീ പ്രഭാകരൻ നമ്പ്യാർത്തി, ശ്രീമതി അനീഷ TK, ശ്രീ മുഹമ്മദ് അലി മാസ്റ്റർ, ശ്രീമതി അനുപമ, ശ്രീമതി മിനി, ശ്രീ അരുണാചലം മാസ്റ്റർ, ശ്രീ രാജേഷ്, ശ്രീമതി ഷേർലി ടീച്ചർ, ശ്രീമതി ഷീബ ടീച്ചർ, ശ്രീമതി നിഷ ടീച്ചർ, ശ്രീമതി ഭാനുമതി ടീച്ചർ, ശ്രീമതി പ്രജിത, ശ്രീമതി ഗീത മധു, ശ്രീമതി ജിഷ, ശ്രീ മനോഹരൻ, ശ്രീ സദാനന്ദൻ മാസ്റ്റർ, ശ്രീമതി പ്രീത അരുൺ. ഇവരൊക്കെയാണ് 21 അംഗ മെമ്പർ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ലിസ്റ്റായിട്ട് വായിച്ചത്. ഇനി 501 അംഗ ജനറൽ കമ്മിറ്റി. അത് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ജനറൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഇനി എല്ലാവരും വ്യത്യസ്ത കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തിയിട്ട് അറിയിക്കാം. അലൂമിനി അസോസിയേഷൻ ടീച്ചേഴ്സ് ഇൻചാർജ് Mrs. Jyoti, Mrs. Shiva, Mrs. Shirley, Mrs. Nisha, Mrs. Bhanumati. ഇനി അതിൽ അംഗങ്ങളായിട്ടുള്ളത് രൂപ മനോജ്, ശ്യാം ജിത, ഷജ വത്സലൻ, ജാസ്മിൻ MP, നജ്മ. അടുത്ത കമ്മിറ്റി എക്സിബിഷൻ കമ്മിറ്റിയിൽ ടീച്ചേഴ്സ് ഇൻചാർജ് മിസ്സസ് നീവ, മിസ്സസ് ജിഷ, മിസ്സസ് ബേബിമിനി, മിസ് ബേബിമിനി, മിസ്സസ് ഷൈനി, മിസ്സസ് വിമല, മിസ്സസ് പ്രജിത, മിസ്സസ് നിഖില, മിസ് കാവ്യ. അപ്പോൾ ഇനി അതിൽ പാരൻസ് ആയിട്ടുള്ളത് ഷക്കീല കെ, വിനീത ടി, വിജിഷ, അതുല്യ കെ, ജിഷ കെ, രജിന. ഇതൊക്കെയാണ് എക്സിബിഷൻ കമ്മിറ്റിയിലുള്ളത്. ഇനി മെഡിക്കൽ ക്യാമ്പ് ടീച്ചേഴ്സ് ഇൻചാർജ് മിസ്സസ് മിനി എസ്, മിസ്സസ് ഷൈന, മിസ്സസ് ഷീജ KP, മിസ്സസ് ഷീന, മിസ്സസ് രേഷ്മ KM, മിസ് ആഷ്ന. അതിലെ അംഗങ്ങൾ പ്രിയ വി, അക്ഷയ സുമേദ്, സനില കെ, സജിന PP, ഷെജരിയ, റെയില നാസർ. വൺ ഡേ ക്യാമ്പ് ടീച്ചേഴ്സ് ഇൻചാർജ് മിസ്സസ് രോഷ്നി, മിസ്സസ് നിഖില, മിസ്സസ് ജലജ, മിസ്സസ് രചന, മിസ്സസ് ഷൈന, മിസ്റ്റർ മുരളീധരൻ. അതിൽ അംഗങ്ങളായിട്ടുള്ളത് തൻസീല, ഷബ്ന KP, സൗദ കെ, മിനി. ഇനി വന്നിട്ട് റീഡിംഗ് വർക്ക് ടീച്ചേഴ്സ് ഇൻചാർജ് മിസ്സസ് മിനി കെ, മിസ്സസ് രേഷ്മ KV, മിസ്സസ് ബേബി ഷീല, മിസ്സസ് സാനിയ, മിസ്സസ് മായ, മിസ്സസ് വിനീത. അതിൽ ഷർലി സി, ജിജില KV, അഖില കെ. Next program, Cookery Show. Teachers in charge, Mrs. Prajita, Mrs. Bhanumati, Mrs. Reshma KM, Mrs. Roja. Parents, Nishita K, Pragya MB, Shijita, Seenath, Mini. Next program, Drawing and Painting Competition. Teachers in charge, Mrs. Shiny, Mrs. Jalaja, Mrs. Rajana, Mrs. Meera. Parents, Shishira KP, Deepna, Navya Manoj, Sarita TS, Shilpa K. ഇതൊക്കെ പ്രോഗ്രാംസ് ആണ്. നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്തതാണ്. അതിൽ ഓരോ പ്രോഗ്രാംസും നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്തതാണ്. നെക്സ്റ്റ് പ്രോഗ്രാം മാരത്തോൺ സംഘടിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അതിൽ ഇൻചാർജ് മിസ്റ്റർ മുരളീധരൻ, മിസ്റ്റർ സദാനന്ദൻ, മിസ്റ്റർ അരുണാചലം സർ. പാരൻസ് ശ്യാംരാജ്, നീതു KP, സുരമ്യ. വേദിയിലിരിക്കുന്ന സ്കൂൾ മാനേജർ ശ്രീമാൻ വത്സമഠൻ സർ, പ്രിൻസിപ്പൽ, മറ്റ് ഈ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറ സാന്നിധ്യം, അതുപോലെ ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കൾ, സർവോപരി ഈ വിദ്യാലയത്തിലെ രക്ഷിതാക്കളെ,
നമ്മുടെ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചകരത്തിന്റെ 25ാമത് വാർഷിക ആഘോഷം പക്ഷേ നമ്മുടെ കണ്ണൂരിന്റെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തിന്റെ തിരക്കുറിയായി ചേർത്തുകൊണ്ട് നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വളരെയേറെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുമ്പോട്ട് പോകുന്ന ഈ സ്ഥാപനം അക്കാദമിക് തലത്തിലായാലും ശരി നോൺ അക്കാദമിക് തലത്തിലായാലും ശരി നമ്മുടെ നാടിന്റെ തന്നെ ഒരു സ്പന്ദനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെല്ലാവരും അതിന്റെ സഹകരണത്തോടു കൂടി എത്തിയിട്ടുണ്ട്. മേലിലും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ എല്ലാവിധ പിന്തുണയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ വിവിധ പരിപാടികളോടുകൂടി ആരംഭിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതൽ അതിന് പിന്നാലെ നിന്ന് അതിനെ വളർത്തി കൊണ്ടുവന്ന് ഒരു വടവൃക്ഷമായി ചക്കരക്കല്ല് പ്രദേശത്തിന്, എന്റെ സ്വന്തം പ്രദേശമായ ചക്കരക്കല്ല് പ്രദേശത്തിന് ഇതുപോലൊരു സ്ഥാപനം നൽകിയ മാനേജർ ആദ്യം തന്നെ അഭിനന്ദിക്കുകയും അതുപോലെ ഈ 25ാം വാർഷിക പരിപാടികൾ ഈ വർഷം നിൽക്കുന്ന പരിപാടികൾ തുടരുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിക്കുവാൻ കൈമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. എൻ്റെ 2 മക്കൾ ഈ സ്കൂളിൽ പഠിച്ചതാണ്. രണ്ടുപേരും ഇപ്പോൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുവാണ്. ഒരാൾ കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഇംഗ്ലീഷിന് ഫസ്റ്റ് റാങ്ക് വാങ്ങിയതാണ്. ഒരാൾ ബാംഗ്ലൂർ JM യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഫോറൻസിക്കിന് 3rd റാങ്ക് വാങ്ങിയിട്ടുണ്ട്. എല്ലാം മലബാർ ഇംഗ്ലീഷ് സ്കൂൾ പഠിച്ചതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞങ്ങളുടെ പാരൻസ് കാണുന്നത്. അത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഓക്കെ. നമ്മുടെ മക്കളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മറ്റ് സ്റ്റുഡൻസിന്റെ പാരൻസ്, എല്ലാവർക്കും തന്നെ നമസ്കാരം. ഞാൻ ഓടിക്കൊതിച്ച് വന്നാൽ എൻ്റെ ബ്രീതിങ് പോലും ശരിയായിരിക്കും, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ മക്കളെ കുറിച്ച് പറയാന്ന് വെച്ചാൽ അവര് ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം മകൻ ഇപ്പം ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്, ബാംഗ്ലൂര് ഫിലിപ്സിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മകളിപ്പം MBA ഫൈനാൻസ് എടുത്തിട്ട് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റുഡൻ്റ് ആണ്, ഫൈനാൻസ്. അപ്പോൾ കൂടുതൽ സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ല ഞാൻ, പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഓടി പതിച്ച് വന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സിയന ഇപ്പോൾ PG ചെയ്യുന്നത് BIT-യിൽ 3rd സെമ്മായി. രണ്ടാമത്തെ ആളുടെ 7th പഠിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളിൽ മലബാർ ഇംഗ്ലീഷ് സ്കൂളിന്റെ ജൂബിലി ആഘോഷത്തിനോടനുബന്ധിച്ച് നമ്മുടെ പരിപാടികളെ വർണ്ണാഭമാക്കാൻ ചേർന്നിരിക്കുന്ന
ഒരു കരുത്തുറ്റ സംഘാടക സമിതിയാണ് നമുക്ക് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾ നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരിക്കണം ഓരോ പരിപാടികളും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല ശക്തമായ രീതിയിൽ ഏറ്റവും നന്നായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഞാൻ നന്ദി പറയേണ്ടത് നമ്മുടെ വത്സ സാറിനോടാണ്. കാട് പിടിച്ച ഒരു പ്രദേശം വെട്ടിത്തെളിച്ച് അവിടെ ഒരു ഇത്രയും നല്ലൊരു സ്ഥാപനം കെട്ടിപ്പടുത്ത് അതിനെ ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന, മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ വത്സ സാർ, അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും അത് അധികമാവില്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് നയിക്കുന്നത് വഴി ഒരു സമൂഹത്തെയാണ് അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വാക്കുകൾ ഇതൊന്നും മതിയാവില്ല നന്ദി പറയുന്നത്. എങ്കിലും പിന്നീട് ഇനി നന്ദി പറയാനുള്ളത്, വളരെയേറെ തിരക്കുകൾക്കിടയിലും ഓടി ഇവിടെ എത്തുകയും നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ പരിപാടിക്കും സമ്പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രമീള മാഡം, അദ്ദേഹം മാഡം തിരക്കോട് തിരിച്ചുപോയി. എങ്കിലും അദ്ദേഹത്തിന്റെ മാഡത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ആ ഒരു ഉണർവും നമ്മുടെ ഈ പരിപാടി നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉത്തേജനവും ഒക്കെ. അത് മാമിന് ഞാൻ മലബാർ സ്കൂളിന്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ് നമ്മുടെ പ്രിയ മാഡം, ഇപ്പോൾ നമ്മുടെ സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്ന നമുക്കെല്ലാം ഊർജ്ജമായി നിൽക്കുന്ന നമ്മുടെ പ്രിയ മാഡത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. മലബാർ സ്കൂളിന്റെ പേരിൽ നമ്മുടെ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പരിപാടി മനോഹരമാകാൻ, ഈ പരിപാടിയിൽ ഏറ്റവും ഉണർവ് നൽകാൻ വേണ്ടി നമുക്ക് കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാ ആശംസ അർപ്പിച്ച ഓരോ വ്യക്തികളും, അതിൽ മിസ്റ്റർ കെ വി ബിജു, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം ഇവിടെ മലബാർ സ്കൂളിൽ എത്തിയിട്ടില്ല, ഇതുവരെ മുമ്പൊന്നും എത്താനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ടില്ല. എങ്കിലും ചെറുപുഴ സ്കൂൾ മുഖ്യമായിട്ട് ചേർന്നതോട് സാറിനോട് ചേർന്നതോട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് വേണ്ടത്ര പ്രോത്സാഹനവും സപ്പോർട്ട് നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. അദ്ദേഹം തിരക്കുകൊണ്ട് തിരിച്ചു പോയിട്ടാണുള്ളത്. അദ്ദേഹത്തിന് മലബാർ സ്കൂളിന്റെ പേര് നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ഇവിടെ ആശംസ അർപ്പിച്ച വാർഡ് മെമ്പർ ലോഹിതാക്ഷൻ സാർ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് എത്രമാത്രം മാനേജർ സാറിനോട് എത്രമാത്രം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ച് സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരാളാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഇപ്പോഴും ഈ തിരക്കിനിടയ്ക്കും ഇവിടെ ഓടിയെത്തി നമുക്ക് വേണ്ടിയിട്ട് നമ്മളോട് രണ്ട് വാക്കുകൾ സംസാരിക്കുകയും നമ്മുടെ ഈ സംഘാടക സമിതിയിലെല്ലാം അംഗമാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും മലബാർ സ്കൂളിന്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് പറയുന്നത് വാർഡ് കൺവീനർ മിസ്റ്റർ മുസ്തഫ മാസ്റ്റർ, ഇപ്പോഴും മലബാർ സ്കൂളിന്റെ ഉയർച്ചയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മനസ്സിലായിട്ടുണ്ട്. അതിന് നമുക്കൊരു ഉത്തേജനമാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രോത്സാഹനം ഇനിയും തുടർന്ന് അങ്ങോട്ടേക്കും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ വരും വർഷത്തെ പ്രോഗ്രാമിൽ എല്ലായിടത്തും വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം അദ്ദേഹം ഉണ്ടാവും എന്ന് കരുതുന്നു. അദ്ദേഹത്തിനും ഈ വേദിയിൽ ഞാൻ മലബാർ സ്കൂളിന്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു.